ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സെയിൽസിൻ്റെ കുറവ്. ഏത് ഓൺട്രപ്രണറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചാലും അവൻ്റെ പ്രശ്നങ്ങൾ ചോദിച്ചാൽ ആദ്യം പറയുന്ന പ്രശ്നം എന്താണ്? സെയിൽസ് കുറവാണ്. കൊറോണയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു സെയിൽസിൽ നിന്ന് ആ ഒരു സെയിൽസിനെ ബേസ് ചെയ്തിട്ട് ഒരു 40% അല്ലെങ്കിൽ 30% സെയിൽസ് മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. കയ്യിലൊന്നും ഉണ്ടാവുന്നില്ല, കിട്ടുന്ന പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാനേ തികയുന്നുള്ളൂ. അപ്പം നമ്മളുടെ ഒരു വരവ് അത് ഭയങ്കരമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം മാത്രമാണ് മിക്കവാറും എല്ലാവർക്കും പരാതി പറയാനുള്ളത്. ഞാൻ ഒരു വെബിനാർ ഈ വിഷയത്തിനെക്കുറിച്ച് നടത്തിയിരുന്നു. 10-70 ആൾക്കാർ അതിനകത്ത് പങ്കെടുത്തു. എല്ലാവരുടെയും വിഷയം ഇത് തന്നെയാണ്, സെയിൽസ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പം എനിക്കതിനകത്ത് പറയാനുള്ളൊരു കാര്യം, സെയിൽസ് കുറയുന്നതിന് 2 കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു സമയത്ത് നമുക്കൊരു ബിസിനസ് റൺ ചെയ്യിപ്പിക്കാൻ 2 കാര്യങ്ങളെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തത് മാൻ പവർ, രണ്ടാമത്തത് മണി. പണവും ആളും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ബിസിനസ് റൺ ചെയ്യിപ്പിക്കാമായിരുന്നു, അതിനെ സക്സസ് ആക്കാമായിരുന്നു. പക്ഷേ കൊറോണയ്ക്ക് ശേഷം എന്തു സംഭവിച്ചു? നമ്മളുടെ ബയ്യറിൻ്റെ, നമ്മളുടെ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ പ്രോസ്പെക്റ്റിൻ്റെ ആ ഒരു ബയ്യിങ് ബിഹേവിയർ പാടെ മാറിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ പഴയ ട്രഡീഷണൽ മാർക്കറ്റിംഗ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇടിവ് വരികയും ചെയ്യും, നമ്മളുടെ ബിസിനസ് നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഈ കാലഘട്ടത്തിൽ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മണിയും മാൻ പവറും മാത്രം പോരാ, നമുക്ക് ഒരു കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രസൻസ്. അതിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈൻ പ്രസൻസ് എന്ന് പറയാം. എന്തിനാണ് നമുക്ക് ഓൺലൈൻ പ്രസൻസ് വേണം എന്ന് പറയുന്നത്? ഇത് നമ്മൾ മുന്നേ പറഞ്ഞ ബയ്യിങ് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓൺലൈൻ ബിഹേവിയർ വരുന്നത്, ഓൺലൈൻ പ്രസൻസ് വരുന്നത്. ബയ്യിങ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുന്നേയൊക്കെ ഒരു സാധനം വാങ്ങാൻ എല്ലാവരും കൂടെ കടകളിൽ പോകുന്നു, ഇമ്മീഡിയറ്റായിട്ട് വേണ്ടതാണെങ്കിൽ പെട്ടെന്ന് പോകുന്നു, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് പോകുന്നു. അപ്പം പ്ലാൻ ചെയ്ത് പോകുന്നു, ഒരു കടയിൽ കയറുന്നു, അവിടുന്ന് ആവശ്യമുള്ളത് വാങ്ങുന്നു, അടുത്തൊരു കടയിൽ കയറുന്നു, അവിടുന്ന് ആവശ്യമുള്ളത് വാങ്ങുന്നു. ഇങ്ങനെയായിരുന്നു കൊറോണയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു ബയ്യിങ് ബിഹേവിയർ. അതേസമയം കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഒരു ബയ്യിങ് ബിഹേവിയറിൻ്റെ ആ ഒരു ചേഞ്ച് എന്താണ് എന്നുള്ളത്, ഏത് കസ്റ്റമറിൻ്റെയും കയ്യിൽ അവൻ പൊതുവായിട്ട് കൊണ്ടു നടക്കുന്നൊരു സാധനമാണ് സ്മാർട്ട് ഫോൺ. അത് ആണാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി, വയസ്സുള്ള ആളാണെങ്കിലും ശരി, വയസ്സ് കുറഞ്ഞ ആളാണെങ്കിലും ശരി, ഏത് തരത്തിലുള്ള ആൾക്കാരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം അവൈലബിളാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിലേക്ക് എത്തുന്ന പരസ്യങ്ങളുണ്ട്. സ്മാർട്ട് ഫോൺ മാത്രമല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരിക്കും. കാരണം നമുക്ക് പണ്ടത്തെ ചായക്കട സംസ്കാരം ഉണ്ടല്ലോ, ചായക്കടയിൽ പോയിരുന്നിട്ട് കുറുകുറു പറയുന്ന ആ പറച്ചിലല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മറ്റുള്ളവർ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ നമ്മളുടേതായിട്ടുള്ള അഭിപ്രായം പറയാനും എന്തിനും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ അതിന് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, മറ്റ് പ്രൊഡക്റ്റുകളുടെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സർവീസിങ്ങൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആക്ടിവിറ്റീസ് നമ്മളിലേക്ക് എത്തുന്നത് ഏതൊരു കസ്റ്റമറിൻ്റെയും കോമണായിട്ട് അവൻ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിലൂടെയാണ്. ശരിയല്ലേ? അവിടെ നമ്മൾക്ക് പ്രസൻസ് ഇല്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൺലൈൻ പ്രസൻസ്. അവിടെ നമുക്ക് പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ സെയിൽസ് കുറയും. കാരണം ഒരു ബയ്യർ അവൻ്റെ പ്രൈവസിയിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ്ലി വേണ്ട ഒരു സാധനമാണ്, ഓക്കെ, പെട്ടെന്ന് വേണ്ട ഒരു സാധനമാണെങ്കിൽ മാത്രമേ അവൻ എന്ത് ചെയ്യുന്നുള്ളൂ, പുറത്ത് പോകുന്നു, കടകളിൽ പോകുന്നു, അവിടുന്ന് വാങ്ങി വരുന്നുള്ളൂ.
അതേസമയം കുറച്ച് സമയം വേണം. ഓക്കെ, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സാധനം വേണ്ടതെന്നുണ്ടെങ്കിൽ അവൻ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് എന്താ? സ്മാർട്ട് ഫോണിൽ കയറുന്നു, അവൻ നേരെ ആമസോണിൽ പോകുന്നു, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോകുന്നു, അതല്ലെങ്കിൽ അതേമാതിരിയുള്ള സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്നു, അവന് എന്താണ് വേണ്ടത് അതൊന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ അവൻ്റെ മുന്നിൽ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു റേഞ്ച് വരും. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു റേഞ്ച് എത്തും. രണ്ടാമത്തത് പ്രൈസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റേഞ്ച് എത്തും. അപ്പം ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൈസും അതിൻ്റെ ക്വാളിറ്റിയും നോക്കി അവനിഷ്ടമുള്ള സാധനം തിരഞ്ഞെടുത്ത് അവനത് പർച്ചേസ് ചെയ്യുന്നു. ഈ സാധനം വീട്ടിൽ വന്നതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ 10 ദിവസമാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പം ഓൺലൈൻ പർച്ചേസിങ്ങിനൊക്കെ 10 ദിവസം പോലും വേണ്ട, 3 ദിവസം 5 ദിവസം ആ സമയത്തിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിവറി നടത്തുന്നുണ്ട്. അപ്പം ആ സ്പീഡും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സ്പീഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇവൻ പുറത്തു പോയിട്ട് സാധനം വാങ്ങുന്നത് ആ ഒരു ബിഹേവിയർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ പ്രൈവസി അവന് വലുതായി തുടങ്ങി. ഈ പ്രൈവസിയിലേക്ക് ഇടിച്ച് കയറാൻ ശ്രമിക്കുന്ന ഫോൺ കോളാണെങ്കിലും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനാണെങ്കിലും അവൻ കൂടുതലായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാറില്ല. അവൻ പെട്ടെന്ന് തന്നെ അവനെ ഒഴിവാക്കി വിടാറുമുണ്ട്. ഇല്ലേ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യവും ഇപ്പോഴത്തെ കാര്യവും തമ്മിലുള്ള ആ ഒരു ബൈയിങ് ബിഹേവിയറിൻ്റെ മാറ്റം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം അതിന് ഈ സ്മാർട്ട് ഫോണിലൂടെ നമ്മളുടെ വിവരങ്ങളും കസ്റ്റമറിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ നമ്മളുടെ സെയിൽസ് നടക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ടെക്നോളജി അറിഞ്ഞിരിക്കണം, നമുക്ക് മീഡിയ ആവശ്യമായിട്ട് വരുന്നുണ്ട്. മനസ്സിലായല്ലോ? 4 സ്റ്റേജിലൂടെയാണ് സാധാരണ ഒരു ബിസിനസ് നടന്നു പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കട തുറക്കുന്നു, ഏകദേശം ഒരു 10-15 ദിവസം അതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ കച്ചവടം നടക്കുന്നുണ്ട്. ഈ കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഒരു തുടക്കത്തിലുള്ള ഒരു ബൂമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കസ്റ്റമർ കുറയുന്നു, ലാഭം കുറയുന്നു. ചിലപ്പോൾ 1-2 മാസം കഴിയുമ്പോൾ തന്നെ പൂട്ടിപ്പോകുന്നു. അല്ലെങ്കിൽ അവിടുന്ന് കടം വാങ്ങി ഇവിടുന്ന് കടം വാങ്ങി ഇങ്ങനെ വെച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരവസ്ഥയാണ് പല ബിസിനസ് സ്ഥാപനത്തിന് ഏകദേശം 78% ബിസിനസ് സ്ഥാപനങ്ങളിലും സംഭവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം 4 സ്റ്റേജിലൂടെയാണ് കൃത്യമായിട്ട് നമ്മളുടെ ബിസിനസ് നടക്കുന്നത്. ഏതൊക്കെയാണ് 4 സ്റ്റേജ്? അതിൽ ഫസ്റ്റാണ് അവെയർനെസ്. നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള അവെയർനെസ്. ബിസിനസ്സിനെ കുറിച്ചുള്ള നമ്മളൊരു കട തുറക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് നോട്ടീസ് കൊടുക്കും, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിക്കും. പിന്നെ കുറച്ചും കൂടെ ഇതുള്ളവനാണെങ്കിൽ പത്രത്തിലൊരു പരസ്യം കൊടുക്കും. അല്ലേ? ഇത്രയും ചെയ്തിട്ട് കട തുറക്കും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് ഉള്ള അവെയർനെസ് ഏത് സർക്കിളിൽ വന്നു? നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്, നമ്മളുടെ റിലേറ്റീവ്, അവരുടെ ഫ്രണ്ട്സ്. ഇല്ലേ? അങ്ങനെയുള്ള ഒരു ചെറിയ സർക്കിളിൽ നമ്മളുടെ കടയെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പാസ്സാവുന്നു. അപ്പം ആ സർക്കിളിൽപ്പെട്ട ആളുകളെല്ലാം ഒരു പർച്ചേസ് നമ്മളുടെ കടയിൽ നിന്ന് നടത്തുന്നു. ഈ ഒരു പർച്ചേസാണ് ഈ ഒരു മാസത്തെ തിരക്ക് അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻകം ഉണ്ടാക്കി തരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിൽക്കുന്നു. ആ ഒരു സർക്കിളിനകത്തു നിന്നുള്ള ആ ഒരു പർച്ചേസിങ് ഇല്ലാതായി മാറും. മനസ്സിലായല്ലോ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നഷ്ടത്തിലേക്ക് പോകുന്നു. നമുക്ക് ആ ഒരു ചിലവ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നത്തിലേക്ക് വരും. ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ അവെയർനെസ് എന്നുള്ള ആ ഒരു പ്രോഗ്രാം അത് കുറച്ചും കൂടെ വൈഡാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ ബിസിനസ് നമ്മളുടെ കൂട്ടുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ സർക്കിളിലല്ലാതെ നമ്മൾ ഗ്ലോബലി എന്ത് ചെയ്യുക? നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് അനൗൺസ് ചെയ്യുക. നമുക്ക് മാക്സിമത്തിൽ എത്ര ഏരിയയിലേക്ക് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുമോ അത്രയും ഏരിയയിലേക്ക് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് എത്തിക്കുക. ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വക്കീലന്മാർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അല്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതൊക്കെ അവരെക്കുറിച്ചുള്ള അവരുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടാനും അവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു അവയർനെസ് കൂട്ടിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതെല്ലാം ഒരു കൺഫ്യൂഷനോട് കൂടിയിട്ട് നോക്കിക്കണ്ട് മാറി മാറി നിൽക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് തിരിച്ചടികൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഓൺലൈൻ പ്രസൻസ് ആവശ്യമാണ്. ഫസ്റ്റ് സ്റ്റേജായിട്ടുള്ള അവയർനെസ് കൂട്ടണം. എങ്ങനെയാണ് നമ്മുടെ അവയർനെസ് കൂട്ടേണ്ടത്? അവയർനെസ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓൺലൈൻ ആയിട്ടുള്ള അവയർനെസ്സാണ് നമുക്ക് കൂട്ടേണ്ടത്. കാരണം എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്, കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അവയർനെസ് കൂട്ടാൻ നമുക്ക് സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യണം. ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ട സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ബിസിനസ് സെർച്ച് ചെയ്യപ്പെടുന്നത്? ഒന്നാമത്തത് ഗൂഗിളിൽ ബിസിനസ് സെർച്ച് ചെയ്യുക എന്നുള്ളത് 2 തരത്തിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു പേജിൻ്റെ പേരാണ് സെർച്ച് റിസൾട്ട് പേജ് എന്ന് പറയുന്നത്. ആ SRP നമ്മളുടെ ബിസിനസ്സിനെ ലിസ്റ്റ് ചെയ്യിപ്പിക്കുക. അതായത് നമ്മളുടെ ബിസിനസ് വരണമെന്നുണ്ടെങ്കിൽ 2 തരത്തിൽ വരാം. ഒന്നാമത്തത് നമുക്ക് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പാസ് ചെയ്യാം. രണ്ടാമത്തത് ഗൂഗിൾ അത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് എക്സ്പെൻസീവാണ്. രണ്ടാമത്തത് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിളിൻ്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള ബിസിനസ് രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമുണ്ട്. നമ്മളെ ഗൂഗിൾ മാപ്പൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ തൊട്ട് മുകളിലായിട്ട് ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ കുത്തിട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ലെഫ്റ്റ് സൈഡിലും ഗൂഗിൾ മാപ്പ് റൈറ്റ് സൈഡിലും കാണിക്കും. അതിനെ ലോക്കൽ ഏരിയ ബിസിനസ് എന്നാണ് പറയുന്നത്. ഈ ലോക്കൽ ഏരിയ ബിസിനസ്സിൽ നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. അങ്ങനെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും? നമ്മളുടെ ബിസിനസ്സും ഓൺലൈനിലെത്തും. രണ്ടാമത്തത് ഫേസ്ബുക്ക് ബിസിനസ് പേജ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം ഫേസ്ബുക്ക് ബിസിനസ് പേജിലൂടെ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് ഓൺലൈനിൽ എത്തിക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഗൂഗിളാണ്. രണ്ടാമത്തത് യൂട്യൂബാണ്. മനസ്സിലായില്ല? അപ്പം യൂട്യൂബിനകത്തും നമുക്ക് എന്ത് വേണം? നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ചാനൽ തുറക്കണം. ഈ ചാനലിനകത്ത് നമ്മൾ യൂട്യൂബിലൂടെ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇത് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടായിരിക്കും, അതിനകത്ത് ക്യാമറ ഉണ്ടാവും. ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാമറ എടുക്കുന്നു. ആ ക്യാമറയിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് പിക്ചറൈസ് ചെയ്യുന്നു. ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പറയുന്നു, അതിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ച് എന്താണെന്ന് പറയുന്നു, അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്താണെന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നു. ഇത് കാണുന്ന ആൾക്കാർക്ക് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നു. അവനിത് നാളെ ആവശ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ യൂട്യൂബിൽ വന്നിട്ട് ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കാണുന്നു, നമ്മളുടെ കോൺടാക്റ്റ് നമ്പർ എടുക്കുന്നു, നേരെ നമ്മളുടെ കടയിലേക്ക് വരുന്നു. അപ്പോൾ ഈ കോൺടാക്റ്റ് നമ്പർ വീഡിയോയിലിടാൻ വലിയ പണിയൊന്നുമില്ല. മൊബൈൽ ഫോണിന് ഇഷ്ടംമാതിരി എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ അറിയാം ഈ കാര്യങ്ങളൊക്കെ. ജസ്റ്റ് അവൻ്റെ അടുത്തൊന്നൊരു വീഡിയോയിലൊരു നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് നോക്കിയിട്ട് എന്ത് ചെയ്യും? മൊബൈൽ നമ്പർ ഇട്ടിട്ട് കയ്യിൽ തരും. ഇനി സപ്പോസ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് ടഫാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ആ ഹെൽപ്പ് ചെയ്യാൻ ചെയ്തു തരാം. ഓക്കെ. അപ്പം നമുക്ക് ഓൺലൈൻ പ്രസൻസ് വരണം. നമ്മൾ ആദ്യം ബയ്യിങ് ബിഹേവിയർ മാറിയിരിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം അവിടെ നമ്മൾ പുറകിലേക്ക് പോയ ഓൺലൈൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മാധ്യമത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ട് വരണം. നമ്മൾ അതിനകത്ത് എത്തിയിരിക്കണം. 2 തരത്തിലാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, 2 ടൈപ്പിൽ. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഈ കൃഷി ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിളവെടുക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലുള്ള മാർക്കറ്റിംഗാണ് ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ ഫാമിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബിസിനസ് നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് എന്തെങ്കിലും ഓഫറുകൾ കൊടുത്ത്
എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ കൊടുത്ത് അങ്ങനെയുള്ള ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് കുറച്ച് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കളികൾ നമ്മൾ കളിക്കും. അതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് തരത്തിലാണ് നമ്മൾ കസ്റ്റമറിനെ എടുക്കുന്നത്. ഒന്നാമത്തത് ഫാമിംഗ് എന്ന് പറയും, രണ്ടാമത്തത് ഫിഷിംഗ് എന്ന് പറയും. ഞാൻ മുകളിൽ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്രസൻസ് അല്ലെങ്കിൽ ഓൺലൈൻ പ്രസൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫാമിങ് നടത്തുമ്പോൾ നമുക്ക് ക്വാളിറ്റിയുള്ള കസ്റ്റമറിനെ കിട്ടും. ക്വാളിറ്റിയുള്ള കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ അറിയുന്ന, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി കൃത്യമായിട്ട് അറിയുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് റേഞ്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകളായിരിക്കും നമ്മളെ വിളിക്കുന്നത്, നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വാക്കിൻ നടത്തുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ ബിസിനസ് നടക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ ഫിഷിങ്ങിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഫിഷിങ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡിസ്കൗണ്ട് സെയിലുകൾ അല്ലെങ്കിൽ അതേമാതിരിയുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഫിഷിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഷിങ്ങിനാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ലാഭം കുറയും, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഈ വരുന്ന കസ്റ്റമർ ക്വാളിറ്റി കസ്റ്റമർ ആവണമെന്നില്ല, നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയണമെന്നില്ല, ക്വാളിറ്റി അറിയണമെന്നില്ല, ഒന്നുമില്ല. അങ്ങനെ വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും വില പേശാൻ തുടങ്ങും. അപ്പം നമ്മൾ വില കുറച്ച് കൊടുത്ത് സെയിൽസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഈ രണ്ട് തരത്തിലാണ് നമ്മൾ സാധാരണ എന്ത് വരുന്നത്, നമ്മൾ സെയിൽസ് നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റിങ്ങിൻ്റെ രണ്ട് ശൈലിയാണിത്. ഓക്കെ, ഇനിയിപ്പം ഈ ഫിഷിംഗ് നടത്തി നമുക്ക് കുറേ എൻക്വയറികൾ വന്നിട്ടുണ്ട്. എൻക്വയറികളെ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, എൻക്വയറികളെ ലീഡ്സായിട്ട് എങ്ങനെ കൺവെർട്ട് ചെയ്യാം, എൻക്വയറികളെ ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു 26 തരത്തിലുള്ള ക്ലോസിങ് മെത്തേഡ് ഉണ്ട്. അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ ഓരോന്നിനും ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് ഓരോ ടെക്നിക്കുകളാണ്, അല്ലെങ്കിൽ ഈ ഫോളോ അപ്പിനൊരു ടെക്നിക്ക് നമുക്കുണ്ട്. ദെൻ അത് കഴിഞ്ഞ് അത് ലീഡ്സായിട്ട് കൺവെർട്ട് ചെയ്യാൻ ടെക്നിക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സംസാരത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കസ്റ്റമറിനോട് നമ്മൾ എന്ത് പറയണം, എന്ത് പറയരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നെക്സ്റ്റ് വീഡിയോകളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് അല്ലേ? 3 തരത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് കോപ്പി ബിസിനസ് അല്ലേ, രണ്ടാമത്തത് കോപ്പി മോഡിഫൈഡ്, മൂന്നാമത്തത് പ്ലാൻഡ്. അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മളുടെ പ്രാക്ടിക്കൽ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ, ഈ ഒരു വീഡിയോ ഡിമാക് അക്കാദമി എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള വീഡിയോസുകൾ എത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻ്റായിട്ട് ചോദിക്കുക, ഞാൻ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. അത് കമൻറ്റ് കാണുമ്പോൾ തന്നെ ഞാൻ എന്താ, എനിക്കറിയുന്ന വിഷയങ്ങളാണെങ്കിൽ ഞാനപ്പോൾ തന്നെ അടിയിൽ ഞാൻ എൻ്റെ ഉത്തരം എഴുതും. അതല്ല, അറിയുന്ന വിഷയമല്ലെങ്കിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ എത്തിച്ചേരും. ഓക്കെ, അപ്പം നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ നമുക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ, നമ്മൾക്ക് ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കുക, അത് മസ്റ്റാണ് ഇനിയത്തെ കാലത്ത്. രണ്ടാമത്തത് കൃത്യമായിട്ട് നമ്മളുടെ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റിൻ്റെ ബയ്യർ ബിഹേവിയർ മനസ്സിലാക്കുക. എങ്ങനെ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ കമ്മ്യൂണിക്കേഷനുള്ള ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജസിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ സെയിൽസ് ക്ലോസ് ചെയ്യാം, ഇനി ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലാണ്ട് വാണ്ടറിങ് ആയിട്ട് നടക്കുന്ന ആളെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.